SFI രാഷ്ട്രീയമായ പകപോക്കിയിട്ടില്ല എന്നത് തന്നെയാണ് ശ്രീ ജയപ്രകാശിൻ്റെ നിലപാട്. ഇപ്പോൾ നമ്മുടെ പുറത്തു വന്നിരിക്കുന്ന 2 കമ്മീഷൻ, CBIയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്, ഒപ്പം തന്നെ ഹരിപ്രസാദിൻ്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്, രണ്ടിലും SFIയെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ അതേസമയം തന്നെ ഒരു സംഘടനയ്ക്ക് ഈ കേസ് ഒതുക്കി തീർക്കുന്നതിന് പുറത്തുനിന്നുള്ള സഹായം ലഭിച്ചിരുന്നു. ആ ബന്ധമാണ് കേസിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കാതെ ഒതുക്കി തീർത്തത് എന്നൊരു ആരോപണമുണ്ട്. ഞാൻ ആർഷോയിലേക്ക് വരാം. ആർഷോ, ഒരു നിമിഷം. ഇപ്പോൾ നമുക്കൊപ്പം സുഭാഷ് ബാബു കൂടിയുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ അന്വേഷണ റിപ്പോർട്ട് ഇങ്ങനെ വന്നത് എന്ന വിവരം കൂടി എനിക്കൊന്ന് അറിയേണ്ടതുണ്ട്. ശ്രീ സുഭാഷ് ബാബു, ഈ ചർച്ചയിലുടനീളം നമ്മൾ കണ്ടത് SFIയുടെ നേതൃത്വത്തിൽ നടന്ന കൊല എന്ന രീതിയിലാണ് മാധ്യമങ്ങളടക്കം അതിനെ ചിത്രീകരിക്കുന്നത്. തീർച്ചയായും അതിൽ ഉൾപ്പെട്ട ക്രിമിനൽ കേസ് പ്രതികളിൽ ഭൂരിഭാഗവും SFIയിൽ പെട്ടവരാണ്, SFIയുടെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നവരുമാണ്. പക്ഷേ 2 റിപ്പോർട്ടുകളും, അതിലൊരെണ്ണം കുറ്റപത്രമാണ്, CBIയുടേത് പ്രാഥമിക കുറ്റപത്രമാണ്, മറ്റൊന്ന് ഗവർണർ നിയോഗിച്ചിരിക്കുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ കുറ്റപത്രമാണ്. ഇതിൽ രണ്ടിലും SFIയുടെ പേരെടുത്ത് പറഞ്ഞതൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗമായി നടന്ന കൊലപാതകമല്ല എന്ന് സമർത്ഥിക്കുന്നു. അതെന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തതെന്നാണ് SFIയും ഇടതുപക്ഷവും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായും ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റിപ്പോർട്ട് വരുമ്പോൾ അത് ചർച്ച ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയം എടുത്തതും. സുഭാഷ് ബാബു, എന്തുകൊണ്ടായിരിക്കും ഈ CBIയും ജുഡീഷ്യൽ കമ്മീഷനും SFIയുടെ പേരു പറയാതെ പുറത്തുനിന്നൊരു ബാഹ്യശക്തിയുടെ സഹായത്തോടു കൂടി ഈ കേസിൻ്റെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം സൂചിപ്പിച്ചു വിട്ടത്? അല്ല, ഇതൊരു യൂണിയൻ സംഘടനം എന്നുള്ള രീതിയിലാണ് വരുമ്പോൾ സാധാരണ നമ്മൾ ഇന്ന യൂണിയനിൽപ്പെട്ട ആൾക്കാരും അതിൻ്റെ മറ്റ് യൂണിയനിൽപ്പെട്ട ആളുകളും എന്ന് പ്രത്യേകമായിട്ട് അന്വേഷണത്തിൽ, റിപ്പോർട്ടിലും ചാർജ് ഷീറ്റിലും ഒക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു സംഘടനാ സംവിധാനത്തിലുണ്ടായിരിക്കുന്ന സംഘടനത്തിൻ്റെ പേരിലുണ്ടായ കൊലപാതകമല്ല. ഇവിടെ വ്യക്തിയാധിഷ്ഠിതമായ പ്രശ്നങ്ങൾക്ക് എതിർത്ത ഒരു വിഭാഗം, അവിടെ ചിലപ്പോൾ ഒരു സംഘടന മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ആ സംഘടനയുടെ പേരിൽ എല്ലാവരും പറഞ്ഞു എന്നല്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം, ഇനിയിപ്പോൾ കമ്മീഷനായാലും തന്നെ കമ്മീഷൻ അത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ സിദ്ധാർത്ഥൻ എന്ന് എന്ന കുട്ടിയുടെ മരണത്തിനുണ്ടായ സാഹചര്യങ്ങളിൽ അതിൽ ആരെല്ലാം വീഴ്ച വരുത്തിയത് എന്നും എന്തൊക്കെയാണ് അതിൽ സംഭവിച്ചതെന്നും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ സംഘടന എന്ന് പറയാൻ ഉതകുന്ന തെളിവുകളൊന്നും ഈ അന്വേഷണത്തിൽ 2 കൂട്ടർക്കും ലഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ അത് രാഷ്ട്രീയ സംഘടനമല്ലാത്തതുകൊണ്ട് ഒരു സംഘടനയുടെ പേര് പറയേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ 2 ആളും അതിനകത്തിൽ നിന്ന് ഈ സംഘടനയുടെ പേര് ഒഴിവാക്കിയിരിക്കുന്നത്. പക്ഷേ അത് പറയുന്ന അവസരത്തിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ, അവരിൽപ്പെട്ട ആളുകളാണ്, ഭാരവാഹികളായിട്ടുള്ള ആളുകളാണ് ഇതിനകത്ത് വരുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പ്രതിപാദ്യം ഉണ്ടാവും. ആ രീതിയിലുണ്ടായിരുന്ന പ്രതിപാദ്യമാണ് ഇതിനകത്തുള്ളത്. പക്ഷേ അത് കേസ് അന്വേഷണത്തിലോ അല്ലെങ്കിൽ കമ്മീഷൻ അന്വേഷണത്തിലോ അത് പ്രസക്തമല്ലാത്ത ഒരു വിഷയമായതുകൊണ്ട് അവർ തീർച്ചയായിട്ടും അത് ഒഴിവാക്കി. ഇവിടെ ക്രിമിനൽ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഇൻഡിവിജ്വൽ ഓവർടാക്ട്, എന്താണ് ഇതിൻ്റെ മോട്ടീവ്? ഈ മോട്ടീവ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതല്ല ഇതിൻ്റെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ വ്യക്തിവൈരാഗ്യം. അത് അവിടെ ഈ കുട്ടിക്ക് കുറച്ച് സ്വാധീനമുണ്ടെന്നും ആ കുട്ടി അതനുസരിച്ച് കുറേ പെൺകുട്ടികളുമായിട്ട് അവിടെ ഡാൻസ് ചെയ്യുന്നതും അതിൻ്റെ പശ്ചാത്തലത്തിൽ യെസ് ഓക്കെ, കേൾക്കാം, പറഞ്ഞോളൂ. അതിവിടെ ഒരു ഓഡിയോ ചെക്ക് ചെയ്തതാണ്, പറഞ്ഞോളൂ. റൈറ്റ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി വിദ്വേഷം, അത് അങ്ങനെ ആ കുട്ടി ചെയ്തതിനെ എതിർത്തതിൻ്റെ പശ്ചാത്തലത്തിലുണ്ടാകുന്നതും അതിനെ ഈ കുട്ടി സ്വയം പ്രതിരോധിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലുണ്ടാകുന്ന വൈരാഗ്യവും ആ കുട്ടിയെ ഏതെങ്കിലും രീതിയിൽ വരുതിക്ക് വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യപ്പെട്ട ചില പ്രവൃത്തികളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ക്രിമിനൽ കുറ്റങ്ങൾ ആവർത്തിച്ചുണ്ടായിരുന്ന അതാണ്. അത് വ്യക്തമായിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്. തുടക്കത്തിൽ അതിനകത്ത് ചില പാളിച്ചകളൊക്കെ ഉണ്ടായെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം കേസിൽ പ്രാഥമികമായ കുറ്റപത്രം, പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നത് ഡേറ്റിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ചാർജ് ഷീറ്റ് കൊടുത്തു. ഏപ്രിലിൽ ചാർജ് ഷീറ്റ് കൊടുത്താൽ ഇപ്പോൾ ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് അവർക്ക് സൗകര്യമായിട്ട് ബാക്കി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിന് ശേഷം പഴയ നിയമമനുസരിച്ച് 1738 മറ്റേ പുതിയത് അവിടെ ആപ്ലിക്കബിൾ അല്ല 1939